ബിഗ് ബോസ് മലയാളം സീസൺ 6-ലെ ടിക്കറ്റ് ടു ഫിനാലയിലെ 4ാമത്തെ ടാസ്കാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഈ ടാസ്കിൽ ആദ്യമായിട്ട് വന്നത് അർജുനും നോറയുമായിരുന്നു. അർജുനാണെങ്കിൽ എത്രയും പെട്ടെന്ന് കട്ടുകൾ വെക്കാനും കൂടുതൽ പോയിന്റ് സ്കോർ ചെയ്യാനുമുള്ള ധൃതിയിലായിരുന്നു. എന്നാൽ നോറയാവട്ടെ ഏറ്റവും പയ്യെ കട്ടകൾ വെച്ച് അത് താഴെ വീഴ്ത്താതെ മുന്നോട്ട് തന്നെ പോയി. ഇവർ തമ്മിലുള്ള ഗെയിം അവസാനിച്ചപ്പോൾ അർജുന്റെ കട്ടകളെല്ലാം ബാലൻസ് തെറ്റി താഴെ വീഴുകയും നോറ കിട്ടിയ കട്ടകൾ സ്റ്റഡി ആയിട്ട് അവിടെ നിർത്തുകയും ചെയ്തു. രണ്ടാമത് വന്നത് ഋഷിയും നന്ദനയുമായിരുന്നു. ഇവരുടെ കാര്യത്തിലും ഇതേ കാര്യം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ നന്ദനയാവട്ടെ 4 കട്ടകൾ എത്രയും പെട്ടെന്ന് വെച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഈ ഒരു ഗെയിം ആദ്യം ഇറക്കിയത് നന്ദന തന്നെയായിരുന്നു. 4 കട്ടകളിൽ അധികം എടുക്കാൻ പോയി കഴിഞ്ഞാൽ ബാലൻസ് തെറ്റി ഉള്ള കട്ടകളെല്ലാം നിലത്ത് വീഴുമെന്ന് ഇതിനോടകം ആളുകൾക്ക് മനസ്സിലായി കഴിഞ്ഞു. പിന്നീട് വന്നത് സായിയും സിജോയുമായിരുന്നു. സായി ഗംഭീര തുടക്കമായിരുന്നു. 4 കട്ടകൾ വെച്ച് 5ാമത്തെ കട്ട എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സായിയുടെ ബാലൻസ് തെറ്റി മൊത്തം താഴെ വീഴുന്നത്. എന്നാൽ സിജോ ആവട്ടെ 4 കട്ടകൾ വെച്ച് 5ാമത്തെ കട്ടയിലോട്ട് പതുക്കെ പതുക്കെ പോകുന്ന പോലെ അഭിനയിച്ചുകൊണ്ടേയിരുന്നു. ഇനിയാണ് ഈ ഗെയിമിൽ ജയിച്ചവരുടെ ഗെയിം വരുന്നത്. അഭിഷേകും ജിൻഡോയും. അഭിഷേക് ഇതിനോടകം എല്ലാ ടാസ്കുകളിലും മികവ് തെളിയിച്ചത് കൊണ്ട് തന്നെ എല്ലാവരും അഭിഷേകിനെ തന്നെ സപ്പോർട്ട് ചെയ്തു. 4 കട്ടകൾ വെച്ച് അഭിഷേക് പയ്യെ പയ്യെ പിന്നോട്ട് നടക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് 5ാമത്തെ കട്ട വെച്ചിട്ട് അവിടെ തന്നെ ഉരുക്കു പോലെ നിന്നത് ജിൻഡോയാണ്. ജിൻഡോ ഈ ടാസ്കിൽ പൊളിച്ചടുക്കി. 55 സെക്കൻഡിൽ 4 കട്ടകൾ വെച്ച അഭിഷേക് 2ാം സ്ഥാനത്തും 2 മിനിറ്റ് 35 സെക്കൻഡിൽ 5 കട്ടകൾ വെച്ച ജിൻഡോ 1ാം സ്ഥാനത്തുമായിട്ട് ഫിനിഷ് ചെയ്തു. ശ്രീതുവും ജാസ്മിനും തമ്മിലുള്ള അവസാന മത്സരത്തിൽ ശ്രീതു ഗംഭീരമായിട്ട് തുടങ്ങിയെങ്കിലും ജാസ്മിൻ 4 കട്ടകൾ വെച്ച് ഫിനിഷ് ചെയ്യുകയായിരുന്നു. ശ്രീതുവിന്റെ കട്ടകളെല്ലാം നിലത്ത് വീണിട്ടും അവസാന നിമിഷം 3 കട്ടകൾ വെച്ച് ശ്രീതു തിരിച്ചു വരികയും ചെയ്തു. ഈ ടാസ്കിൽ 3ാം സ്ഥാനം കൊണ്ടുപോയത് ജാസ്മിൻ തന്നെയായിരുന്നു. ബാലൻസും നിശ്ചയദാർഢ്യവും ഒരുപോലെ വേണ്ട ഈ ഒരു ടാസ്കിൽ ജയിച്ചത് ജിൻഡോ തന്നെയായിരുന്നു.